കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജം നോൺ കൺവെൻഷണൽ എനർജി പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ദേശീയ തലത്തിലുള്ളത്. വലിയ 70-75% വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇനി വലിയ ഹൈഡൽ പവറിനോ ഡീസൽ പ്ലാന്റിനോ ഒന്നും സാധ്യതയില്ല. അപ്പോൾ പാരമ്പര്യേതര ഊർജ്ജത്തിലെ ഏറ്റവും പ്രധാനം സോളാർ എനർജിയാണ്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി അതോറിറ്റിയുടെ പുതിയ ചട്ടം കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജ്ജ സംവിധാനത്തിൻ്റെ മുഴുവൻ നടുവൊടിക്കുന്ന പരിപാടിയാണ്. സോളാർ എനർജി പ്ലാന്റുകൾ മുഴുവൻ പൂട്ടേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും. വളരെ നെറ്റ് മീറ്ററിംഗ് സിസ്റ്റം മാറ്റിയിരിക്കുകയാണ്. 1000 കിലോ വാട്ടിന് ഉണ്ടായിരുന്നത് ഇപ്പോൾ 3 കിലോ വാട്ടാക്കി കുറച്ചിരിക്കുകയാണ്. അതായത് പകല് കൊടുക്കുന്ന വൈദ്യുതി അതിൻ്റെ കൂടിയ വിലയ്ക്ക് അത് രാത്രി തിരിച്ചു തന്നിരുന്നത് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുറച്ചു പൈസ, തിരിച്ച് രാത്രി കൊടുക്കുമ്പോൾ വലിയ വില വൈദ്യുതി ബോർഡ് ഈടാക്കുകയാണ്. മാത്രമല്ല 5 കിലോ വാട്ടിന് മീതെയുള്ള സ്ഥലത്ത് 30% ബാറ്ററിയിൽ ശേഖരിക്കണമെന്ന് പറഞ്ഞിരിക്കുക. അതോടുകൂടി ഒരു 2 ലക്ഷം രൂപയുടെ വർധനവ് ഓരോ പ്ലാന്റിനും പുതിയതായിട്ടുണ്ടാവുകയാണ്. അവസാനം ഇതെല്ലാം അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതിയിലാണ്. 5000-ഓളം സംരംഭങ്ങൾ കേരളത്തിലുണ്ട്. ഒരു വ്യവസായ സംരംഭങ്ങളായി ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളായി കേരളത്തിലുണ്ട്. അത് മുഴുവൻ അടച്ചുപൂട്ടി പോകുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. മാത്രമല്ല ഇവിടെ അവൈലബിൾ അല്ലാത്തൊരു പുതിയ ബാറ്ററി ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ പുറകിൽ ഒരു അഴിമതി മണക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞ ആ ബാറ്ററി വരും. വേറെ 2 കമ്പനിയാണ് ആ ബാറ്ററി ഉൽപ്പാദിപ്പിക്കുന്നത്. അവർ ആ ബാറ്ററി കൊണ്ടുവരും. ആ ബാറ്ററി കമ്പൽസറി ആക്കുക. ഇപ്പോൾ ഇവിടെ അവൈലബിൾ അല്ലാത്ത ഒരു ബാറ്ററി അത് 2 കമ്പനികളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് ബാറ്ററി മേടിക്കാൻ വേണ്ടിയിട്ട് ഈ പുതിയ സംവിധാനം കൊണ്ടുവരിക. അപ്പോൾ ഇത് കേരളത്തിലെ ഈ പാരമ്പര്യേതര ഊർജ്ജം നമ്മളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ അതിനെ നടുവടിക്കുന്ന ഒരു സമീപനമാണ് റെഗുലേറ്ററി അതോറിറ്റിയും സർക്കാരും ചെയ്യുന്നത്. അതിൽ നിന്ന് അവർ പിന്മാറണം എന്ന് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുകയാണ്.